വാഹനത്തിൽ മുൻപിൽ ആളെ ഇരുത്തി, ബോണറ്റിൽ ആളെ ഇരുത്തി, അതിന് പുറകിലായിട്ട് സൈഡിലും ആൾക്കാരെ ഇരുത്തി പോവുകയും അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർക്കും അപകടമുണ്ടാകുന്ന രീതിയിൽ വാഹനം മുൻപോട്ടെടുക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമസ്കാരം. വാഹനങ്ങളിൽ അതിരുവിട്ട ആഘോഷം നടത്തിയ ആലുവ MES മാറമ്പള്ളിയിലെ വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ കർശന നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് എറണാകുളം മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെൻറ്റ് ടീം. എന്തായാലും എൻഫോഴ്സ്മെൻറ്റ് RTO മനോജ് സാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സാർ, എന്തായിരുന്നു സംഭവം? എന്താണ് ഇങ്ങനെ നടപടിയെടുക്കാൻ കാരണം? 19-ാം തീയതി നമുക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടിയതിനെ തുടർന്ന് ശ്രീ ബിനോയ്, അതുപോലെ തന്നെ ശ്രീ അഷ്റഫ്, 2 MPമാരുടെ ഒരു സ്ക്വാഡ് അവിടെ പരിശോധിക്കുവാനിടയുണ്ടായി. സർപ്രൈസായിട്ട് പരിശോധിച്ചപ്പോൾ അവിടെ ക്രിസ്മസ് പ്രമാണിച്ചുള്ള ആഘോഷങ്ങൾ നടക്കുന്നതായും അതിനോടൊപ്പം വാഹനങ്ങളുടെ ഒരു പ്രകടനം നടക്കുന്നതായും അറിയാൻ കഴിഞ്ഞു. അതിനെ തുടർന്ന് നമ്മൾ പോവുകയും പ്രസ്തുത സ്ഥലം പരിശോധിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ഏകദേശം 41ഓളം വാഹനങ്ങൾ അവിടെ ഉപയോഗിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ച് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 3 പേർക്ക് നമ്മൾ മെമ്മോ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുക, അതുപോലെ തന്നെ വാഹന രജിസ്ട്രേഷനിൽ അയോഗ്യത കൽപ്പിക്കുക എന്നീ 2 കാര്യങ്ങളാണ് അതിനെ സംബന്ധിച്ച് നിർണായകമായി ചെയ്യുവാനുള്ളത്. അതിനുവേണ്ടിയുള്ള തീരുമാനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പുതുവത്സര ആഘോഷത്തിൻ്റെ തലേ ദിവസം ആയ ഇന്ന് എല്ലാവരോടും പറയുവാനുള്ളത് മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക, അതുപോലെ തന്നെ വാഹനങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൃത്യമായ ഗതാഗത നിയമങ്ങൾ പാലിച്ച് മാത്രം വാഹനം ഉപയോഗിക്കുക. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപകടങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ലക്ഷ്യം. അതിലേക്ക് എല്ലാ പൊതുജനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും 2025 ഒരു അപകടമില്ലാത്ത വർഷമാകണം എന്നും ആണ് ആഗ്രഹിക്കുന്നത്. അതിലേക്ക് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. കോളേജിൽ എന്തൊക്കെ നിയമലംഘനങ്ങളാണ് കണ്ടെത്തിയത്? കോളേജിൽ ഒന്ന് കണ്ടത്, ഒരു വാഹനത്തിൽ മുൻപിൽ ആളെ ഇരുത്തി, ബോണറ്റിൽ ആളെ ഇരുത്തി, അതിന് പുറകിലായിട്ട് സൈഡിലും ആൾക്കാരെ ഇരുത്തി പോവുകയും അവിടുത്തെ വൈസ് പ്രിൻസിപ്പൽ അത് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവർക്കും അപകടമുണ്ടാകുന്ന രീതിയിൽ വാഹനം മുൻപോട്ടെടുക്കുന്നതായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ശക്തമായ നടപടി ഉണ്ടാവും. വാഹനങ്ങൾ പിടിച്ചെടുക്കുകയോ വല്ലതും ചെയ്യും? വാഹന ഉടമകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവർ ഹാജരാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. മൊത്തം എത്രത്തോളം വാഹനങ്ങൾ ഉണ്ടാവും? ഏകദേശം 40 വാഹനങ്ങളാണ് ആ രീതിയിൽ പെട്ടിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഓരോന്നായിട്ട് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 40ഓളം വാഹനങ്ങളാണ് RTO പിടിച്ചെടുക്കുമെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വാഹനങ്ങളിൽ പുറത്തേക്ക് കയറിയിരുന്നും ബൈക്കുകളിൽ 3-4 പേരെ വെച്ചൊക്കെയാണ് ഇവർ ഈ വാഹനഘോഷയാത്രയിൽ ഈ ആഘോഷം പരിപാടികളൊക്കെ നടത്തിയത്. എന്നാൽ ഇതിനെതിരെയാണ് ഇപ്പോൾ കർശന നിയമ നടപടികൾ സ്വീകരിക്കുന്നത്. ഈ വൈസ് പ്രിൻസിപ്പൽ ഇത് തടയാൻ ശ്രമിച്ചപ്പോഴാണ് വണ്ടി ഇടിപ്പിക്കാനായി ശ്രമിച്ചത്. തലനാരിഴയ്ക്കാണ് വൈസ് പ്രിൻസിപ്പൽ രക്ഷപ്പെട്ടത്. എന്തായാലും കർശന നിയമ നടപടിയുമായി എറണാകുളം എൻഫോഴ്സ്മെൻറ്റ് RTO രംഗത്തെത്തിയിരിക്കുകയാണ്. ഈ വണ്ടികളെല്ലാം തന്നെ പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. രഞ്ജിത്ത് S. പിള്ളയ്ക്കൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.